ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള ഒരു കുട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു കുട്ടൻ ബിരിയാണിയാണ്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പായസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപരിപ്പ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഗോതമ്പ് നുറുക്കും കൂടെ വെച്ചിട്ട് ഒരു പായസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിതും ചെയ്യുന്നത്. ഇതൊരു പരിപ്പ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ റെസിപ്പി ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാനിന്ന് ബിരിയാണീൻ്റെ റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നാളെ പെരുന്നാളല്ല എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ജീരകശാലൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ വെജിറ്റബിൾ നെയ്യും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിലോ എന്ത് വേണേലും ഒഴിക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളി കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നാലേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിവിടെ അധികം ചൈനീസ് വെളുത്തുള്ളിയാണ് കിട്ടാറുള്ളത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അല്ലികളായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിലത്തെ വെളുത്തുള്ളി. ഇതാവുമ്പോൾ നമുക്ക് ചതച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചിട്ട് ചെയ്യാം. നാട്ടിലുള്ളവർക്ക് എന്തായാലും കിട്ടും. നമ്മൾ പുറത്തുള്ളവരെ കാര്യം പറഞ്ഞു കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉള്ളി വഴറ്റിയിട്ട് അതിലേക്കാണ് ഇതെല്ലാം ഇട്ടെടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് നമുക്കിത് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുപ്പൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി നല്ലോണം വഴന്ന് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ബീഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. മുളകിൻ്റെ അളവ് ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചേർക്കുക. പലർക്കും എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കുക. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 കിലോ ബീഫാണ്. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇതിലെ എല്ലാ കഷ്ണങ്ങളും ഉള്ളതാണ് കേട്ടോ. നല്ല കഷ്ണങ്ങൾ മാത്രം സെലക്ട് ചെയ്തതല്ല, എല്ലാ കഷ്ണങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇറച്ചി തന്നെയാണ്. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് നെയ്യും എല്ലാം ചേർന്നിട്ടുള്ളതിനാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുള്ളത് ഗരം മസാല. ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഇത്രയും മസാല വേണ്ട. ബീഫിലും മട്ടണിലൊക്കെ കുറച്ചും കൂടെ മസാല വേണം നമുക്ക്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തൈരാണ്. 4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ നല്ല നിറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില പുതിനയിലും കൂടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് 1 കൈപ്പിടിയിൽ ആണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാനുള്ളതാണ് കേട്ടോ അത്. ഇനി കുക്കറില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. അടച്ച് വെച്ചിട്ട് ഇറച്ചി വേവുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ
ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് നിങ്ങൾ എത്ര ടൈമാണോ ബീഫിന് കൊടുക്കാറുള്ളത് അത്രയും ടൈം നിങ്ങൾ അത്ര വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പല കുക്കറും പല ഇതായിരിക്കും, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ നമ്മുടെ ഇത് അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എപ്പോഴും ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ നെയ്യിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ബിരിയാണി. ഈ നെയ്യ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഓയിൽ തന്നെ ചെയ്താൽ മതി. അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നിച്ചൊന്ന് വറുത്ത് കോരിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് ചെയ്താൽ മതി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മുന്തിരി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഇത് ഒഴിക്കാൻ കാരണം നമുക്ക് ഉള്ളിയും കൂടെ ഇതിൽ വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു 8 ഉള്ളിയാണിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മസാലയിലേക്കും വേണം, അതുപോലെ ചോറ് ഗാർണിഷ് ചെയ്യാനും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 8 ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കിലോക്ക് 8 ഉള്ളി എന്നുള്ള കണക്കിലെടുക്കുക കേട്ടോ. 1 കിലോ ആണെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി, 4 ഉള്ളി എടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ പരന്ന പാത്രത്തിലാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില കിട്ടാത്തവരാണെങ്കിൽ അതില്ലാണ്ട് ചെയ്യാം, ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആക്കിയിട്ട് പൊരിച്ചെടുക്കണില്ല. ഒരു ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ടത്. അപ്പം ഞാനിപ്പോൾ കോരി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. ഇനി അതേ എണ്ണയ്ക്ക് തന്നെ ഒരു ബേ ലീഫ്, ഒരു 4-5 ഏലക്ക, ഗ്രാമ്പു, പട്ട അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ ചെയ്താൽ മതി. ഈ അരി ഒന്ന് വെള്ളം ഒന്ന് വറ്റി ഒന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. അരി നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നൊരു സമയമുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം നിങ്ങൾ ഒന്ന് തിളപ്പിച്ച് വെക്കുക. സാധാരണ വെള്ളം ഒഴിക്കരുത് കേട്ടോ, ചൂടുവെള്ളം തന്നെ നിങ്ങൾ ഒഴിക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അരി കട്ട പിടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ചോറിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു ചെറുനാരങ്ങൻ്റെ ഒരു ഹാഫും കൂടെ ഞാനിതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീയൊന്ന് ചെറുതാക്കി വെക്കണം. അതുവരെ തീ നല്ല ഫ്ലെയിമിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം മാത്രം തീ കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പം ഞാനൊരു കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. മുഴുവനായിട്ട് വന്നിട്ടില്ല, ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചിയിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഈ മസാലയിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീഫ് വേവിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക.
ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഓരോ ലെയറുകളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെ. ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ദം ചെയ്യുമ്പോൾ ആ ആവി തന്നെ കിടന്നിട്ട് വേവും കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. സാധാരണ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗരം മസാല ആവരുത് കേട്ടോ. അങ്ങനെ ഞാൻ 2-3 ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിലൊന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചാൽ മതി. റോസ് വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൻ്റെ മൂടി തന്നെ ഞാൻ വിസിൽ ഒഴിവാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ദം ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറും ഇറച്ചി ഒന്നിച്ചാണ് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചോറ് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അധികം ഒന്നും വലിച്ച് നീട്ടാണ്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ബിരിയാണി നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണിത്, നല്ലൊരു സ്മെല്ലുമാണിത്. നമ്മളധികം മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ ബീഫിൻ്റെ ടേസ്റ്റിന് നന്നായിട്ടുണ്ടാവും ഇതിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരിതിൽ കാണാം.